കൂട്ടക്കുരുതികളുടെയും അടിച്ചമർത്തലിന്റെയും പാരമ്പര്യമുള്ള നാടാണ് അമേരിക്ക. തലമുറകളായി കൈമാറി വന്ന അധികാര ദുർവിനിയോഗത്തിന്റെ കഥ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും കേൾക്കാം. ഒരേ സ്വേച്ഛാധിപത്യ പ്രവണതയിലുള്ള ഭരണാധികാരികൾ മാറി മാറി ഭരണം നടത്തിയപ്പോഴെല്ലാം അമേരിക്കയിലെ അടിച്ചമർത്തൽ നയങ്ങൾ സ്വേച്ഛാധിപത്യത്തിന്റെ മറ്റൊരു മുഖമായി എഴുതപ്പെട്ടു. അമേരിക്കൻ ഐക്യനാടുകളെ മാത്രം അനുനയിപ്പിച്ച് മുന്നോട്ട് പോയിരുന്ന അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളും അമേരിക്കയുടെ വരുതിയിലെത്തണമെന്നതാണ് ആഗ്രഹം. തങ്ങളുടെ കാൽ ചുവട്ടിൽ എല്ലാവരെയും എത്തിക്കുക എന്നതാണ് അമേരിക്കൻ നയങ്ങൾ. എന്നാൽ ഒരേ വഴിയിലൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന അമേരിക്കൻ ഭരണാധികാരികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളും പ്ലാനുകളും ഒക്കെ ആയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റായി 2 തവണയും ട്രംപ് അധികാരത്തിലേറിയത്. ആദ്യ ടൈമിൽ പദ്ധതികളൊന്നും അത്ര കണ്ട് ഫലവത്താക്കാൻ ട്രംപിനെ കൊണ്ടായില്ലെങ്കിലും ഡബിൾ സ്ട്രോങ്ങിലാണ് ട്രംപിന്റെ 2ാം വരവ്. ഇത്തവണ ട്രംപിന്റെ തീരുമാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കിന്റെ വരവ്. അതും വെറും വരവൊന്നുമല്ല, പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവും ഗവൺമെന്റിന്റെ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുമാണ് മസ്ക്. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് വേദികളിലേക്ക് വന്ന പോലെ തന്നെ ട്രംപ് തിരികെ പോകുമെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ അമേരിക്ക അത്രയും കാലം കണ്ട ഭരണക്രമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മുൻനിരയിലെത്തിക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു ട്രംപിന്. അതും യുദ്ധതന്ത്രങ്ങളല്ല, പകരം നല്ല അസൽ ബിസിനസ് കുതന്ത്രങ്ങൾ. അതിന് പറ്റിയ ആളെയാണ് ഇപ്പോൾ കൂടെ കൂട്ടിയിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. നിർമ്മാണ മേഖലയിൽ വിജയം കണ്ട വ്യവസായിയായ ഫ്രെഡ് ട്രംപിന്റെ 5 മക്കളിൽ 4ാമനായ ട്രംപിന് പിതാവിന്റെ അതേ വ്യവസായ ബുദ്ധിയാണ് ലഭിച്ചത്. തന്റെ നിലപാടുകളെ പണ്ടേ പ്രകടിപ്പിച്ചിരുന്ന ആളാണ് ട്രംപ്. 2nd ഗ്രേഡിൽ പഠിക്കുമ്പോൾ സംഗീത അധ്യാപകനെ സംഗീതം അറിയില്ല എന്ന് പറഞ്ഞ് ഇടിച്ച് പരിക്കേൽപ്പിച്ച ഒരു കഥ കൂടി ട്രംപിനുണ്ട്. പഠനമൊക്കെ കഴിഞ്ഞ ശേഷം ട്രംപ് തന്റെ വഴിയായ ബിസിനസ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതിനായുള്ള തേരോട്ടങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. 2006 സ്വന്തം പേരിൽ വോഡ്ക പുറത്തിറക്കി. പക്ഷേ മോശം പ്രതികരണത്തെ തുടർന്ന് 2011 നിർമ്മാണം നിർത്തി. 4 തവണ ട്രംപിന്റെ സ്ഥാപനങ്ങൾ പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 3ാം ലോക മഹായുദ്ധം തടയുന്നതിൽ തന്റെ തിരഞ്ഞെടുപ്പ് വിജയം നിർണായകമാകും എന്ന വാദമൊക്കെ ട്രംപ് ഉന്നയിക്കുകയുണ്ടായി. തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഒരു ആഗോള സംഘർഷം ഉണ്ടാകുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. സൗദി അറേബ്യയുടെ പരമാധികാര സ്വത്ത് ഫണ്ട് നടത്തുന്ന സ്ഥാപനമായ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് തന്റെ ആശയം അദ്ദേഹം പങ്കുവച്ചത്. മിഡിൽ ഈസ്റ്റിലെയും യുക്രൈനിലെയും സംഘർഷങ്ങൾ പരിഹരിക്കുക എന്നതാണ് തന്റെ പ്രധാന വിദേശ നയ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ബൈഡൻ ഭരണകൂടം 1 വർഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സംഭവിക്കില്ല എന്ന് ഉറപ്പു തരുകയാണ് ട്രംപ്. ഇനിയും പല പദ്ധതികളും മസ്കിനും ട്രംപിനും അമേരിക്കയിൽ നടപ്പിലാക്കാനുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും ഇരു കൂട്ടർ നടത്തുന്നുമുണ്ട്. പല രാജ്യങ്ങളും സന്ദർശിച്ച് പല തീരുമാനങ്ങളും എടുത്ത് സാങ്കേതികപരമായും സാമ്പത്തികപരമായും ട്രംപും മസ്കും കൂടെ പല ചുവട് നീക്കങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അതിനെ അമേരിക്കയെ വെട്ടിലാക്കുന്നതാണോ അതോ കര കയറ്റുന്നതാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി.